നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാന്റെ ആണവ പദ്ധതി ഒരു സങ്കീർണമായ വിഷയമാണ്. 1950കളിൽ അമേരിക്കയുടെ സഹായത്തോടെയാണ് ഇറാൻ ആണവ പദ്ധതി ആരംഭിച്ചത്. പിന്നീട് 1979ലെ ഇറാനിയൻ വിപ്ലവത്തിനു ശേഷം ഈ പദ്ധതിയെക്കുറിച്ചുള്ള സംശയങ്ങളും ആശങ്കകളും വർദ്ധിച്ചു. ഇറാൻ ആണവായുധം വികസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇപ്പോഴും തർക്കങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിനും ഇറാനും ഇടയിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാവുകയാണ്. ഇതിന് കാരണക്കാരായത് ഒരർത്ഥത്തിൽ അമേരിക്ക തന്നെയാണ്. 1948ലെ ഇസ്രയേൽ രാഷ്ട്രീയ രൂപീകരണത്തെ അംഗീകരിച്ച ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രണ്ടാമത്തെ രാജ്യമായിരുന്നു ഇറാൻ. മറ്റേത് തുർക്കിയായിരുന്നു. 1947ൽ ബ്രിട്ടീഷ് അധികാരം അവസാനിച്ചതിനു ശേഷം ഫലസ്തീൻ വിഷയത്തിൽ പരിഹാരം കണ്ടെത്തുന്നതിനായി രൂപീകരിച്ച ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക കമ്മിറ്റിയിലെ 11 അംഗങ്ങളിൽ ഒന്നായിരുന്നു ഇറാൻ. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേലിന്റെ മിസൈൽ ആക്രമണം. അതിനെതിരെ ഇറാൻ ഡ്രോൺ ആക്രമണത്തിലൂടെ തിരിച്ചടിച്ചതോടെയാണ് ഇറാൻ ഇസ്രയേൽ സംഘർഷം കൂടുതൽ രൂക്ഷമായത്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം കാലങ്ങളായി നിലവിലുണ്ട്. ഇറാനിലെ ഭരണമാറ്റങ്ങളും ദേശസാൽക്കരണ നടപടികളുമൊക്കെ ഇസ്രയേലുമായുള്ള ബന്ധത്തിലെ വിള്ളലുകൾ ഉണ്ടാക്കിയവയാണ്. നിലനിൽക്കുന്ന സംഘർഷത്തിന് ഏതാണ്ട് അരനൂറ്റാണ്ടോളം പഴക്കവുമുണ്ട്. കഴിഞ്ഞ 45 വർഷമായി കുറഞ്ഞും അവർ തമ്മിലുള്ള സംഘർഷം ഈ മേഖലയിൽ നിലനിൽക്കുന്നു. ആയുധങ്ങളുടെ കാര്യത്തിലും സൈനിക ശക്തിയുടെ കാര്യത്തിലും നിഴൽ യുദ്ധങ്ങളുടെ കാര്യത്തിലും ഈ രണ്ട് രാജ്യങ്ങൾക്കും അവരുടേതായ ശേഷിയും സമ്പത്തുമുണ്ട്. നേരിട്ടുള്ള യുദ്ധമുഖത്തേക്കാളേറെ പലപ്പോഴും നിഴൽ യുദ്ധങ്ങളിലോ ഒളിയുദ്ധങ്ങളിലോ ആണ് ഇവരുടെ സംഘർഷം നിലനിന്നിരുന്നത്. പണ്ടത്തെ ഒക്കച്ചങ്ങായിമാർ പരസ്പരം അംഗം വെട്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് വളരെ പെട്ടെന്നായിരുന്നു. 1978ന്റെ ശരത്കാലത്തിൽ ഇറാൻ വിപ്ലവത്തിലേക്ക് നടന്നെടുക്കുന്ന സമയത്ത് പാരീസിലെ ശാന്തമായ പ്രാന്തപ്രദേശത്ത് രണ്ട് പ്രമുഖർ തമ്മിൽ കണ്ടുമുട്ടിയിരുന്നു. മതേതര ദേശീയവാദിയായ കരീം സഞ്ചാബിയും യാഥാസ്ഥിക പുരോഹിതനായ ആയത്തുള്ള റുഹല്ല ഖൊമേനിയും. ലോകവീക്ഷണത്തിൽ അവർക്ക് കാര്യമായ സമാനതകൾ ഉണ്ടായിരുന്നില്ലെങ്കിലും ഷായുടെ പതനം എന്ന ഒരൊറ്റ ലക്ഷ്യമാണ് അവരെ ഒന്നിപ്പിച്ചത്. ജനാധിപത്യത്തിനും ഇസ്ലാമിനും വേണ്ടി ആഹ്വാനം ചെയ്യുന്ന പ്രഖ്യാപനം അവർ സംയുക്തമായി തയ്യാറാക്കി. എന്നാൽ ജനാധിപത്യത്തിനും ഇസ്ലാമിക ഭരണത്തിനും പുറമെ ഖൊമേനി മൂന്നാമത്തെ ഒരാശയം കൂടി ഉൾപ്പെടുത്തി. അത് സ്വാതന്ത്ര്യമായിരുന്നു. സ്വന്തം കൈപ്പടയിൽ അദ്ദേഹം കുറിച്ചിട്ട ഈ വാക്ക് പിന്നീട് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ദിശാസൂചകമായി മാറുകയായിരുന്നു. 1925 മുതൽ 1941 വരെ ഇറാനിലെ രാജാവായിരുന്നു റസ ഷാ പല്ലവി. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നിരവധി സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. അത് രാജ്യത്തെ ആധുനികവൽക്കരിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പാശ്ചാത്യ പരിഷ്കാരങ്ങൾ, അടിച്ചമർത്തൽ, അമേരിക്കൻ നയങ്ങൾ എന്നിവയ്ക്കുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ അബദ്ധവശാൽ വിപ്ലവത്തിന്റെ വിത്തുകളാണ് വിതച്ചത്. ഷായോടുള്ള നീരസവും അദ്ദേഹത്തെ അട്ടിമറിക്കുന്നത് കാണാനുള്ള ആഗ്രഹവും കൊണ്ട് വൈവിധ്യമാർന്ന പ്രത്യയശാസ്ത്ര വീക്ഷണങ്ങളുള്ള വിവിധ ഗ്രൂപ്പുകൾ ഒന്നിച്ചു. എന്നാൽ അധികാരം ഏകീകരിക്കാനും കുത്തകയാക്കാനും കഴിഞ്ഞത് ഇസ്ലാമിക പുരോഹിതന്മാർക്കായിരുന്നു. ഇറാനിലെ പള്ളികൾ ഷായ്ക്കെതിരായ പ്രക്ഷോഭ കേന്ദ്രങ്ങളായി മാറി. പല്ലവി സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകി. പുരോഹിതന്മാർ അതിനെ എതിർത്തു. അദ്ദേഹം ഭൂപരിഷ്കരണം ആരംഭിച്ചു. പുരോഹിതന്മാർ അതിനെയും എതിർത്തു. എല്ലാ ആധുനിക പരിഷ്കാരങ്ങൾക്കും പുരോഹിതന്മാർ എതിരായിരുന്നു. ഇസ്ലാമിക വിപ്ലവത്തിന്റെ കേന്ദ്രബിന്ദുവായി മാറാൻ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു പുരോഹിതന്മാരെ നയിച്ചത്. പല്ലവിയെ അട്ടിമറിക്കാൻ ശ്രമിച്ച റുഹല്ല ഖൊമേനിയായിരുന്നു ആ കേന്ദ്രബിന്ദു. 1979ൽ ഇറാൻ പ്രക്ഷുബ്ധമായിരുന്നു. അന്നത്തെ രാജാവായിരുന്ന മുഹമ്മദ് റസ ഷാ പല്ലവി നാടുകടത്തപ്പെട്ടു. നഗരങ്ങളിൽ പ്രതിഷേധങ്ങളും ആക്രമണങ്ങളും പൊട്ടിപ്പുറപ്പെട്ടു. ഇറാനിയൻ സർക്കാരിന് പകരം ഇസ്ലാമിക് റിപ്പബ്ലിക് നിലവിൽ വന്നു. റുഹല്ല ഖൊമേനി രാജ്യത്തിന്റെ പരമോന്നത നേതാവായി. ഇറാനെ ഇപ്പോഴും സ്വാധീനിക്കുന്ന ഒരു പൈതൃകമുള്ള ഒരു ചുഴലിക്കാറ്റായിരുന്നു ഇസ്ലാമിക വിപ്ലവം. വിപ്ലവത്തിന്റെ നേതാവായിരുന്നു ആയത്തുള്ള റുഹല്ല ഖൊമേനി. മുഖ്യമായും ഇസ്ലാമിനെ അടിസ്ഥാനമാക്കിയ ലോക വീക്ഷണമാണ് മുന്നോട്ട് വെച്ചത്. സ്വന്തം താൽപ്പര്യങ്ങൾക്കായി പലസ്തീനികൾ ഉൾപ്പെടെയുള്ള മറ്റുള്ളവരെയൊക്കെ അടിച്ചമർത്തുന്ന അഹങ്കാരികളായ ലോകശക്തികളെയും അവരുടെ പ്രാദേശിക സഖ്യകക്ഷികളെയും എതിർക്കണമെന്ന് ആയത്തുള്ള റുഹല്ല ഖൊമേനി വാദിച്ചു. ഇസ്രയേലിനെ ചെറിയ സാത്താൻ എന്നും യുഎസിനെ വലിയ സാത്താൻ എന്നും ഇറാൻ വിശേഷിപ്പിച്ചു. ഇറാൻ ഇസ്രയേലുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു. പൗരന്മാർക്ക് ഇനി യാത്ര ചെയ്യാൻ കഴിയില്ല. വിമാന റൂട്ടുകൾ റദ്ദാക്കി. ടെഹ്റാനിലെ ഇസ്രയേൽ എംബസി പാലസ്തീൻ എംബസിയായി രൂപാന്തരപ്പെട്ടു. മുസ്ലിം പുണ്യമാസമായ റമദാനിലെ എല്ലാ വെള്ളിയാഴ്ചയും ഖുദ്സ് ദിനമായി മാറി. 2000ന്റെ ആരംഭം മുതൽ ആഗോള സംഘർഷങ്ങളുടെ കേന്ദ്രബിന്ദുവായ യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള ഇറാന്റെ നിശ്ചയദാർഢ്യം
ഈ പ്രത്യയശാസ്ത്രപരമായ പ്രേരണയിൽ നിന്ന് വേർപെടുത്താനാവാത്തതാണ്. പടിഞ്ഞാറൻ രാജ്യങ്ങൾ പലപ്പോഴും ഇതിനെ ആണവായുധങ്ങളിലേക്കുള്ള രഹസ്യപാതയായി ചിത്രീകരിച്ചപ്പോൾ ടെഹ്റാൻ ഇതിനെ അഭിമാനത്തിൻ്റെയും സ്വയം പര്യാപ്തതയുടെയും വിഷയമായി കണ്ടു. US പ്രസിഡന്റ് ബറാക് ഒബാമയുടെ നേതൃത്വത്തിൽ 2015 ഒപ്പുവെച്ച സംയുക്ത സമഗ്ര കർമ്മ പദ്ധതി ഒരു ഹ്രസ്വകാല വെടിനിർത്തലിന് വഴിയൊരുക്കി. ഉപരോധങ്ങളിൽ ഇളവുകൾക്ക് പകരമായി സമ്പുഷ്ടീകരണം പരിമിതപ്പെടുത്തി. എന്നാൽ 2018 പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ അമേരിക്ക ഈ കരാറിൽ നിന്ന് പിന്മാറി അധിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. പാശ്ചാത്യ രാജ്യങ്ങളുടെ കാപട്യത്തെക്കുറിച്ചുള്ള ഇറാന്റെ വാദത്തെ ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്നതായിരുന്നു ഇത്. ഇതിനോടുള്ള ടെഹ്റാന്റെ പ്രതികരണം കടുത്ത ഭാഷയിലായിരുന്നു. ഇറാൻ തങ്ങളുടെ സമ്പുഷ്ടീകരണ നില 60% ഉയർത്തി. ഇത് സിവിലിയൻ ആവശ്യങ്ങൾക്കായുള്ള ആണവ സമ്പുഷ്ടീകരണ പരിധിയിൽ വളരെ കൂടുതലായിരുന്നു. US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഈ നീക്കത്തെ ആയുധ നിർമ്മാണത്തിനുള്ള തെളിവായി അപലപിച്ചു. ആണവായുധങ്ങൾക്കെതിരായ ഇറാന്റെ മതപരമായ ഉത്തരവുകളെ കേവലം തന്ത്രമായി തള്ളിക്കളയുകയും ചെയ്തു. ഇറാന്റെ ഭാഗത്തുനിന്നാകട്ടെ കരാർ ലംഘനം വാഷിംഗ്ടണിൽ നിന്നാണ് ആരംഭിച്ചതെന്നാണ് വാദം. ഹസൻ റുഹാനി, ജവാദ് സരീഫ് തുടങ്ങിയ മിതവാദി സാങ്കേതിക വിദഗ്ധർ മുതൽ യാഥാസ്ഥിക നേതാക്കൾ വരെ ആണവ പദ്ധതിയെ തകർത്ത വാഗ്ദാനങ്ങളുടെ ഇരയായി ചിത്രീകരിക്കപ്പെട്ടു. ഇസ്രയേൽ ആണവായുധങ്ങൾ കൈവശം വെച്ചിട്ടുണ്ടെന്ന് പരക്കെ വിശ്വസിക്കുമ്പോഴും ആണവ നിർവ്യാപന ഉടമ്പടിക്ക് പുറത്തു നിൽക്കുകയും വ്യാപകമായ പാശ്ചാത്യ പിന്തുണ ആസ്വദിക്കുകയും ചെയ്യുമ്പോൾ ഇറാനോടുള്ള ഈ വിവേചനം അവരെ പ്രകോപിപ്പിച്ചു. ഇറാന്റെ ആണവ കഥ ഇവിടുത്തെ കൊളോണിയൽ മുറിവുകളിൽ നിന്ന് വേർപെടുത്താനാവാത്തതാണ്. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടനും റഷ്യയും തമ്മിലുണ്ടായ തർക്കങ്ങളും 20-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ ഇറാന്റെ എണ്ണ കൊള്ളയടിച്ചതും വിദേശ ഇടപെടലിനോടുള്ള ആഴത്തിലുള്ള അവിശ്വാസത്തിന് അടിത്തറയിട്ടു. 1953 പ്രധാനമന്ത്രി മുഹമ്മദ് മൊസാദിഖിനെ അട്ടിമറിച്ച CIA-യുടെ പിന്തുണയോടെ നടന്ന അട്ടിമറി ഈ അവിശ്വാസത്തിന്റെ മൂർത്തിഭാവമായി. ഇറാന്റെ പ്രതിരോധത്തിന്റെ ആഖ്യാനം രൂപപ്പെട്ടത് ഈ ഭാഗത്തിൽ നിന്നാണ്. വിരോധാഭാസം എന്ന് പറയട്ടെ, ഇറാന്റെ ആണവാഭിലാഷങ്ങൾ ആദ്യം പോഷിപ്പിച്ചത് പാശ്ചാത്യ ശക്തികളാണ്. 1950കളിൽ US നേതൃത്വത്തിലുള്ള ആറ്റംസ് ഫോർ പീസ് എന്ന പരിപാടിയുടെ കീഴിൽ ഷാ ആണവ ശക്തിയുടെ ഒരു ആധുനിക ഇറാനെയാണ് വിഭാവനം ചെയ്തത്. പാശ്ചാത്യ സഖ്യകക്ഷികൾ റിയാക്ടറുകൾ നിർമ്മിക്കാനും ഇറാനിയൻ ശാസ്ത്രജ്ഞരെ പരിശീലിപ്പിക്കാനും സഹായിച്ചു. ഇതിന്റെ ഉന്നതിയിൽ ഇറാൻ 23 റിയാക്ടറുകൾ നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരുന്നു. ആണവായുധ അഭിലാഷങ്ങളെക്കുറിച്ചുള്ള അടക്കം പറച്ചിലുകളും അന്ന് ഉയർന്നിരുന്നു. പിന്നീട് ഷാ അത്തരം ഉദ്ദേശങ്ങളെ നിഷേധിച്ചു. എങ്കിലും ഇതായിരുന്നു സത്യം. 1979ലെ വിപ്ലവം ഈ പദ്ധതികളെ നിർത്തിവെക്കാൻ കാരണമായി. പാശ്ചാത്യ സാങ്കേതികവിദ്യയിൽ സംശയാലുവായ ആയത്തുള്ള ഖൊമേനി തുടക്കത്തിൽ ആണവശക്തിയെ ഒരു അധപതനമായി തള്ളിക്കളഞ്ഞു. എന്നാൽ ഇറാന്റെ മാറുന്ന സാഹചര്യങ്ങൾ, വൈദ്യുതി മുടക്കങ്ങൾ, ജനസംഖ്യാ വർധനവ്, 1980കളിൽ ഇറാഖ് രാസായുധങ്ങൾ ഉപയോഗിച്ചത് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഭരണകൂടത്തിന്റെ മുൻഗണനകളെ മാറ്റിമറിച്ചു. ഇറാഖ് യുദ്ധകാലത്ത് ഇറാഖി സൈന്യം പൂർത്തിയാകാത്ത ബുഷഹർ റിയാക്ടറിന് നേരെ നടത്തിയ ആക്രമണങ്ങൾ അടിയന്തരാവസ്ഥയുടെയും പ്രതീകമായി മാറി. 1990കളുടെ തുടക്കത്തോടെ ഇറാൻ ഒരു പുതിയ തന്ത്രം സ്വീകരിച്ചു. പരമാധികാരത്തിന്റെ കോട്ടയായി ആണവശേഷി കെട്ടിപ്പടുക്കുക. മുൻ പ്രസിഡന്റ് അക്ബർ ഹാഷ്മി റസഫ് ജാനി ഉൾപ്പെടെ ഉള്ള ഉദ്യോഗസ്ഥർ പ്രവാസികളായ ശാസ്ത്രജ്ഞരോട് തിരികെ വന്ന് രാജ്യസ്നേഹപരമായ സംരംഭമായി മാറിയ പദ്ധതിക്ക് സംഭാവന നൽകാൻ അഭ്യർത്ഥിച്ചു. 2002ൽ രഹസ്യ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ആഗോളതലത്തിൽ ആശങ്കകൾക്ക് തിരികൊളുത്തി. നിർമ്മാണത്തിലിരിക്കുന്ന സൗകര്യങ്ങൾക്ക് IAEA-യുടെ അറിയിപ്പ് ആവശ്യമില്ലെന്ന് വാദിച്ച് NPTക്ക് കീഴിലുള്ള തങ്ങളുടെ പ്രവർത്തനങ്ങളെ ഇറാൻ ന്യായീകരിച്ചു. എന്നാൽ വിമർശകർ വഞ്ചനയുടെ നിഴലുകൾ കണ്ടു. ഇറാന്റെ സഹകരണത്തിനുള്ള സന്നദ്ധത ഭരണകൂടം മാറുന്നതിനനുസരിച്ച് മാറിമറഞ്ഞു. മിതവാദികൾ സുതാര്യതയ്ക്ക് ഊന്നൽ നൽകിയപ്പോൾ യാഥാസ്ഥിതികർ ആണവ സാങ്കേതികവിദ്യയെ പ്രതിരോധത്തിന്റെ പ്രതീകമായി ചിത്രീകരിച്ചു. കാലക്രമേണ ഈ പദ്ധതി ഊർജ്ജ സുരക്ഷ എന്നതിലുപരി വലിയ ഒന്നായി പരിണമിച്ചു. മുൻ IAEA മേധാവി അഹമ്മദ് അൽബറാദേയെയും റുഹാനിയെയും പോലുള്ള പ്രമുഖർക്ക് ആണവ പദ്ധതി അഭിമാനത്തെയാണ് പ്രതിനിധീകരിച്ചത്. ഇറാന്റെ ശാസ്ത്രീയ സ്വയം നിർണായകാവകാശത്തിന് ഒരു പ്രഖ്യാപനമായിരുന്നു ഇത്. എന്നാൽ ഈ അഭിമാനത്തിന് കനത്ത വില നൽകേണ്ടി വന്നു. വർഷങ്ങളായുള്ള സാമ്പത്തിക ഉപരോധങ്ങളും അന്താരാഷ്ട്ര ഒറ്റപ്പെടലും സൈബർ അട്ടിമറിയും സമീപകാലത്തെ സൈനിക ആക്രമണങ്ങളും ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്തു. ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ ശക്തമായി. അടിസ്ഥാന സൗകര്യങ്ങൾ ദുർബലപ്പെട്ടു. എന്നിട്ടും ഈ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. വിപ്ലവത്തിന്റെ സ്തംഭങ്ങളിൽ ഇസ്ലാം, ജനാധിപത്യം, സ്വാതന്ത്ര്യം അവസാനം പറഞ്ഞത് മാത്രമാണ് തകരാതെ നിൽക്കുന്നതായി തോന്നുന്നത്. രാഷ്ട്രീയ നിരീക്ഷകൻ വാലി നസ്ർ സൂചിപ്പിക്കുന്നത് പോലെ പരമാധികാരത്തോടുള്ള ഇറാന്റെ പ്രതിബദ്ധത
ഭരണകൂടത്തിന്റെ ഏറ്റവും ശാശ്വതമായ മനോഭാവമായി തുടർന്നു. ജനാധിപത്യപരമായ അഭിലാഷങ്ങൾ മങ്ങി മതഭരണകൂടം പലരെയും അകറ്റുകയും ചെയ്തു. സ്വാതന്ത്ര്യത്തിന്റെ ആഖ്യാനം മാത്രമാണ് ഇപ്പോഴും ജനസംഖ്യയുടെ വലിയൊരു വിഭാഗത്തിൽ പ്രതിധ്വനിക്കുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയാണ് ഇസ്രയേൽ നടത്തിയ ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ചിലതിന്റെയെങ്കിലും കേന്ദ്രബിന്ദു. ഇസ്രയേൽ ആണവായുധ ശേഖരം രഹസ്യമായി കൈവശം വെച്ചിട്ടുണ്ടെന്ന് ആരോപിക്കുന്നുണ്ട് പല രാജ്യങ്ങളും. ഇറാനെ ഒരു ആണവ ബോംബ് വികസിപ്പിക്കാൻ ഒരിക്കലും അനുവദിക്കില്ല എന്നാണ് ഇസ്രയേലും അവരെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന നിലപാട്. എന്നാൽ തങ്ങളുടെ ആണവ പദ്ധതി സിവിലിയൻ ആവശ്യങ്ങൾക്കുള്ളതാണെന്ന് ഇറാൻ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഈ നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായുള്ള ആക്രമണങ്ങൾ വളരെ ശക്തമാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് വലിയ നാശനഷ്ടമുണ്ടാക്കിയ സ്റ്റക്സ്നേറ്റ് മാൽവെയറിന് പിന്നിൽ ഇസ്രയേലും US-ഉമാണെന്ന് ആരോപണം ഉയർന്നു. വർഷങ്ങളായി ഇറാന്റെ ആണവ സൈനിക സൗകര്യങ്ങൾക്ക് നേരെ നിരവധി അട്ടിമറി ആക്രമണങ്ങൾ നടന്നു. അങ്ങനെയാണ് ഇതിനെല്ലാം തന്നെ ഇസ്രയേലിനെയാണ് ഇറാൻ കുറ്റപ്പെടുത്തിയത്. ഇറാൻ നിലവിലുള്ള പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനി ഇസ്രയേലിനെ ഒരു ക്യാൻസർ ട്യൂമർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഉന്നതരായ ആണവ ശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ ലക്ഷ്യമിട്ടാണ് പലപ്പോഴും സായുധ ആക്രമണങ്ങൾ നടന്നത്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ തലവനായ ഹൊസൈൻ സലാമി, മറ്റൊരു ഉന്നത IRGC ഉദ്യോഗസ്ഥൻ, 2 ആണവ ശാസ്ത്രജ്ഞർ എന്നിവരാണ് ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഈ മേഖലയിൽ ആധിപത്യത്തിനും അധികാരത്തിനും വേണ്ടിയുള്ള ഒരു മത്സരമാണ് ഇത്. 2 രാജ്യങ്ങളും തമ്മിൽ ദീർഘകാലമായി നീണ്ടു നിൽക്കുന്ന സംഘർഷമാണ്. കഴിഞ്ഞ ഒരു ദശകത്തോളമായി യുദ്ധത്തിന്റെ തീവ്രതയില്ലാത്ത എന്നാൽ സായുധ സംഘർഷങ്ങൾ പല നിലകളിൽ ഈ 2 രാഷ്ട്രങ്ങളും തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. അത് അടുത്തിടെയൊന്നും അവസാനിക്കുന്ന ലക്ഷണങ്ങൾ ആരും പ്രവചിക്കുന്നുമില്ല. മലയാളി വാർത്ത ഇൻസൈഡ്.